ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്ക് 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ വേളൂർവട്ടം ക്ഷേത്രത്തെക്കുറിച്ച് ഇന്നൊന്ന് നോക്കിയാലോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് വേളൂർവട്ടം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ വടക്കനപ്പനായും തെക്കനപ്പനായും കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേളൂർവട്ടം ക്ഷേത്രം. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മൂലകുടുംബമായി പറയപ്പെടുന്നു. ഭക്തർക്ക് ക്ഷിപ്രപ്രസാദിയായി ദർശനമരുളുന്ന ഭഗവാൻ ഒരേ ചുറ്റമ്പലത്തിൽ 2 ശ്രീകോവിലിലായി വാണരുളുന്നു. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ്. 2 കൊടിമരമുള്ള ക്ഷേത്രമാണിത്. യക്ഷിയമ്മ, ശാസ്താവ്, ഗണപതി, മഹാവിഷ്ണു, രക്ഷസ്, അറുകല തുടങ്ങിയ മൂർത്തികളുടെ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു. ഇവിടെ നമസ്കാരം നടത്തി ആ പ്രസാദം നാം അവിടെ തന്നെ സമർപ്പിച്ച് കാക്കകൾക്ക് നൽകുന്നു. ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മിൽ മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള എല്ലാവിധമായ പാപങ്ങളും പാപദോഷങ്ങളും മാറിപ്പോകുന്നതാണ്. വേളൂർവട്ടം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതും വിശേഷവുമായ ഒരു വഴിപാടാണ് കിണറ്റുകരയിൽ സർപ്പപൂജ. രാവിലെ 11 മണിക്ക് ശേഷമാണ് ഈ പൂജ നടക്കുക. എല്ലാ ദിവസവും തന്നെ ഈ പൂജ നടത്തുന്നതാണ്. എല്ലാവിധമായ നാഗദോഷങ്ങളും ഈ പൂജ നടത്തുന്നത് വഴി മാറിപ്പോകുന്നതാണ്. ഈ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് പോലും അതിവിശേഷമാണ്. അതേപോലെ വിളക്കിലെണ്ണ, പൂജാദ്രവ്യങ്ങൾ നടക്കി വയ്ക്കുക, ഇവ ഉത്തമമാണ്. ഭഗവാന് പുറകുവിളക്ക് നടത്തുക, കറുത്ത തുണിയിൽ എള്ള് കിഴി സമർപ്പണം, ഇവ വളരെ വിശേഷമായ കാര്യമാണ്. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. ഭഗവാന്റെ നാമം ഉരുവിട്ട് ചുറ്റമ്പലത്തിൽ വലം വച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തനെ ഭഗവാൻ കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ്. ഹിന്ദുക്കളായിട്ടുള്ള നാം നിർബന്ധമായും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് വേളൂർവട്ടം. കാരണം 90% ആളുകളുടെയും മൂലകുടുംബം എന്നാണ് വേളൂർവട്ടം ക്ഷേത്രം അറിയപ്പെടുന്നത്. അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു പോരുന്നു. ഇവിടുത്തെ വേറൊരു പ്രധാന കാര്യം എന്നത് ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള ജന്മനക്ഷത്ര വൃക്ഷങ്ങളാണ്. ഓരോ നാളുകാരുടെയും വൃക്ഷം ഇവിടെ നട്ട് പരിപാലിച്ചു വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ ജന്മനക്ഷത്ര വൃക്ഷത്തിന് ജലം നൽകുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അത് അഭിവൃദ്ധികരമായ കാര്യമാണ്. വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ ക്ഷേത്രമാണിത്. ഒരിക്കലെങ്കിലും വേളൂർവട്ടത്ത് പോയി വടക്കനപ്പനെയും തെക്കനപ്പനെയും തൊഴുത് പ്രാർത്ഥിക്കുക എന്നത് ജീവിതത്തിലെ പുണ്യം തന്നെയാണ്. വേളൂർവട്ടം ക്ഷേത്രം ഊരാൺമ ദേവസ്വം ഭരണസമിതിയുടെ കീഴിലാണ്. ഇവിടെ വഴിപാടുകൾ നടത്തിയാൽ സർവ്വമോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതു വിധത്തിലുള്ള സർപ്പദോഷത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയാൽ മതിയാകുന്നതാണ്. ഭഗവാന് ധാര നടത്തുന്നത് ഏറ്റവും വിശേഷമായ വഴിപാടാണ്. പോയിട്ടില്ലാത്തവർക്ക് ഒരിക്കലെങ്കിലും ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബദോഷം, സന്താനക്ലേശം, രോഗപീഠ തുടങ്ങിയവയെല്ലാം തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ മാറി ജീവിതം സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും ആകുന്നതാണ്. ഇവിടെ എത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആലപ്പുഴ നിന്നായാലും എറണാകുളത്ത് നിന്നായാലും ട്രെയിന് വന്നു കഴിഞ്ഞാൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 60 രൂപ ഓട്ടോ കൂലി കൊടുത്താൽ അമ്പലത്തിൻ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങാവുന്നതാണ്. ചേർത്തല വന്ന് സ്റ്റാൻഡിൽ നിന്നും ബസ് 5 മിനിറ്റ് ഇടവിട്ട് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. എല്ലാവരും പോയി പ്രാർത്ഥിച്ച് ഭഗവത് സായുജ്യം അടയുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും ഓം നമഃശിവായ എന്ന് കമൻ്റ് ഇടുക. നന്ദി. ഓം നമഃശിവായ.